നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സെഷൻ കേരള പോലീസിനുള്ളതാണ്. എൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം SI ആണ്. അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ എനിക്കിപ്പോൾ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പേടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ അദ്ദേഹം എൻ്റെ കൂട്ടുകാരനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം എൻ്റെ ഈ സെഷൻ കേട്ടിട്ട് പാലാ DYSP മദൻ സാറാണോ പേപ്പർ സദനാണെന്ന്. ഞാനൊരു നിരീക്ഷണം പറയാം. താങ്കളും ചിന്തിച്ചിട്ട് ഇത് ശരിയാണ് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ബന്ധപ്പെടുക. ആ റാക്കറ്റിൻ്റെ ഒരു അറ്റം എൻ്റെ ചിന്തകളിലുള്ളത് എങ്ങനെയാണ്, അത് നമുക്ക് പിടിച്ചേ പറ്റൂ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഗർഭിണികളെ കൊണ്ടുവന്നിട്ട് കുഞ്ഞുങ്ങളെ മറച്ചു വെക്കുന്ന മാഫിയ. ഈ റാക്കറ്റിൻ്റെ അറ്റം എനിക്ക് കിടക്കണത്, എനിക്ക് തോന്നണത്തോളം ആൺകുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ ഇത് കിളുന്ത് ലൈംഗികതയിലേക്കും മരുന്ന് പരീക്ഷണത്തിനാണ് ഇവരുടെ അറ്റം. ആൺകുഞ്ഞാണെങ്കിൽ മരുന്ന് പരീക്ഷണം, പിന്നെ അവയവ മാഫിയ. ഈ അവയവ മാഫിയ ഇതിലുണ്ടാവാം. ഇതാണ് ഈ റാക്കറ്റിൻ്റെ ഒരു അറ്റം എന്ന് എനിക്ക് തോന്നുന്നു. ഇത് രാജ്യം മുഴുവൻ അന്വേഷണം നടത്തണം. ഒഡീഷ മുഖ്യമന്ത്രി ശ്രദ്ധിക്കുക, ആസാം മുഖ്യമന്ത്രി ശ്രദ്ധിക്കുക. ഈ ആസാമിൽ ഈ 18 വയസ്സിന് താഴെയുള്ള ശൈശവ വിവാഹങ്ങളൊക്കെ ഒരു 6-7 കുഞ്ഞുങ്ങളാണ് ഇവർക്കുള്ളത്. ഇതൊക്കെ കല്യാണം കഴിക്കുന്നത് ഈ 60-70 വയസ്സ്. അതൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് പണ്ടത്തെ എൻ്റെ FBയിൽ ഞാൻ ഇട്ടിരുന്നു. ആരും ശ്രദ്ധിച്ചൊന്നും അറിയില്ല. ഇപ്പോൾ അത് എൻ്റെ കയ്യിലില്ല, മൊബൈലൊക്കെ മാറിയത് കൊണ്ട്. ഈ ആസാമിലെ ഒരു പോലീസ് അറസ്റ്റ് ചെയ്യുക, എന്തോ ഒരു കേസ് ഉണ്ടായിരുന്നു അത്. അപ്പോൾ ഈ ആസാം പോലീസിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ റാക്കറ്റിൻ്റെ ഒരു അറ്റം കണ്ടെത്താൻ പറ്റും. നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ. പിന്നെ അപ്പം അത് താങ്കൾ ഒന്ന് DYSPനെ വിളിച്ചിട്ട് ഇങ്ങനൊരു നിരീക്ഷണം താങ്കൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. ഒഡീഷയും ആസാമും. ഈ ഒഡീഷയിലാണ് ഓംപുരി ക്ഷേത്രം എന്ന് തോന്നുന്നു, പുരി ജഗന്നാഥ ക്ഷേത്രം. അതോടെ വിഷയമല്ല, ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആൺകുഞ്ഞ് പെൺകുഞ്ഞ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരവസ്ഥകൾ നോക്ക്. ഇതിൻ്റെ മാഫിയയുടെ അറ്റം കിടക്കുന്നത് ഇവിടെയാണ്. ഈ ദത്തെടുക്കലാണെങ്കിൽ അതിനെ കൃത്യമായിട്ട് ഒരു നയമുണ്ടാക്കണം വേണ്ടത്. ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ദത്ത് വേണമെങ്കിൽ ദത്തെടുക്കാം. അത് പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞ് ഈ പോലീസ് ഇവരുടെ ജീവിതം, ഈ ആണും പെണ്ണും ഈ ഭാര്യയും ഭർത്താവും ജീവിക്കുന്നിടത്തോളം, പിന്നെ അവിടെ അയലക്കത്തൊക്കെ അന്വേഷിച്ച് എത്ര കൊല്ലമായിട്ട് അവരോട് താമസിക്കണം, ഇത് പോസിറ്റീവാണെന്ന് അറിഞ്ഞിട്ട് നിയമമുണ്ടാക്കണം. അല്ലാണ്ട് ഈ കേസിൽ ഒരു നിയമമുണ്ടാക്കാൻ പറ്റില്ല. ഇത് ഈ മരുന്ന് പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ജോൺസൻ്റെ ഒരു കേസ് ഇപ്പോൾ അമേരിക്കയിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ സംസാരിക്കാം. അത് ഞാൻ അതിൻ്റെ കട്ടിങ് ഇട്ടിട്ട് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. ഈ ആൺകുഞ്ഞ് പെൺകുഞ്ഞിൻ്റെ മാഫിയ നിൽക്കണ അറ്റം, റാക്കറ്റിൻ്റെ അറ്റം നിൽക്കുന്നത് ഇവിടെയാണ്. ഇത് പിടിച്ചേ പറ്റൂ. അവർ ഇന്ത്യൻ മിലിറ്ററിയും ഒന്ന് ശ്രദ്ധിക്കുക ഈ വാർത്ത. ഇനി ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിനും പട്ടാളത്തിനും ഒന്നും ഈ RSS, BJP, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, മറ്റുള്ള പാർട്ടികളുടെ ഇതൊന്നും വേണ്ട. പോലീസും പട്ടാളം. ഒരു ദിവസം കൊണ്ട് രാജ്യം ക്ലിയർ ആക്കാനുള്ള എയിമിൽ നിൽക്കണം. മിലിറ്ററി പാകിസ്ഥാനിലേക്ക് നോക്കി നിൽക്കുക, രാജ്യത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും നോക്കി നിൽക്കുക. മിലിറ്ററിക്ക് ഞാനൊരു അത്യുഗ്രൻ സെഷൻ തരുന്നതായിരിക്കും. അത്യുഗ്രൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്യുഗ്രനായിരിക്കുന്നു വിചാരിക്കുന്നു. പക്ഷെ ഇത് താങ്കൾ, എൻ്റെ സുഹൃത്ത് പാലാ DYSPനെ ഒന്ന് വിളിച്ച് അറിയിക്കുക. ഈ ഒഡീഷയും ആസാം പോലീസിനെയും ഒന്ന് അറിയിക്കുക. പിന്നെ ഈ കേസിൽ ഈ കേസായിട്ട് ബന്ധമില്ലെങ്കിലും നമുക്ക് പറയാനുള്ളത്, ഡൽഹിയിലും ബാംഗ്ലൂരിലും നൈജീരിയൻ കോളനി, ആഫ്രിക്കൻ കോളനി, അതിൻ്റെ ആവശ്യം എന്നിട്ട് അവരെന്ത് ജോലി ഇവിടെ ചെയ്യണം? ഈ ആഫ്രിക്കക്കാർ ഇവിടെ വന്നിട്ട് IT ജോബ് അല്ല, അവർ ചെയ്യണ ജോബ് മറ്റേ ജോബാ. MDMA ലാബിൽ ഉള്ള പരീക്ഷണങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആഫ്രിക്കക്കാരെ ഈ ഡൽഹി കോളനിയും ബാംഗ്ലൂർ കോളനിയും ശരിക്കും പറഞ്ഞാൽ ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാന്യമായിട്ട് അവരെ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ട് അവരെ വിടണം അവിടെ നിന്ന്. അതാണ് ഒരു പോംവഴി. നമുക്കിപ്പോൾ പുറത്തുനിന്നുള്ള
നമ്മളൊരു വികസ്വര രാഷ്ട്രം എല്ലാവരും കൂടി ഇങ്ങനെ ആക്കി നമ്മളടുത്ത് തന്നെ വികസിക്കും, ഒരു ദിവസം കൊണ്ട് വികസിക്കും രാജ്യം. അതൊന്നും വിഷയമുള്ള കേസല്ല, രാജ്യം നന്നാക്കുമല്ലോ. നമുക്ക് പുറത്തുനിന്നുള്ള റിക്രൂട്ട്മെന്റ് ആകെ ഇവിടെ ആവശ്യമുള്ളത് ഒന്നുമില്ല ഫിലിപ്പീൻസിൽ നിന്ന്, അല്ലെങ്കിൽ തന്നെ ദരിദ്ര ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലെ ഇംഗ്ലീഷ് ടീച്ചർമാർക്ക് നമുക്ക് ഇവിടെ നമ്മുടെ സർക്കാർ സ്കൂളിലേക്ക് നമുക്ക് ഒരു സാധ്യതയുണ്ട്. അത് നല്ല കാര്യം. വേറെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല ഇതല്ലാണ്ട്, ഈ നെഗറ്റീവ് കാര്യങ്ങളല്ലാണ്ട്. അത് കൂടെ പറഞ്ഞെന്നുള്ളൂ. ഇത് ഈ നിരീക്ഷണം ശരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ താങ്കൾ ഒന്ന് അദ്ദേഹത്തെ അറിയിക്കും. താങ്കളെ ഞാൻ ഈ ആഴ്ച എപ്പോഴൊന്ന് കാണുന്നുണ്ട്, എന്തായാലും നേരിട്ട് കാണണം. ഫോൺ വിളിക്കാൻ എനിക്ക് പേടി, നേരിട്ട് കാണാം. നിനക്ക് എന്നോട് ദേഷ്യം ഇല്ല എന്ന് വിചാരിക്കുന്നു, നിനക്ക് നല്ല സാറിന് എന്നോട് ദേഷ്യം ഇല്ല എന്ന് വിചാരിക്കുന്നു, എൻ്റെ കൂട്ടുകാരൻ തന്നെയാണെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.